സംസ്ഥാനത്തും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ. സെൻട്രൽ സ്റ്റേഡിയത്തിലെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പതാക ഉയർത്തി. കമലേഷ് ചേരുകയാണ്. കമലേഷ്, തിരുവനന്തപുരത്തും സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ വിപുലമായി തന്നെ സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പതാക ഉയർത്തി. വിശദാംശം. സമയോചിതമായ ഇടപെടലും കൂട്ടായ്മയുടെ കരുത്തുമാണ് സംസ്ഥാനത്ത് വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. എല്ലാ ജില്ലകളിലും മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് പതാക ഉയർത്തിയത്. പോലീസ് മെഡൽ ഉൾപ്പെടെയുള്ള മെഡലുകൾ വിതരണം ചെയ്തു. കമലേഷ് ചേരുന്നു. വിശദാംശങ്ങൾ. ഷമി, നിലവിൽ ഇപ്പോൾ ഈ മെഡലുകൾ, രാഷ്ട്രപതിയുടെ മെഡലുകളും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മെഡലുകളും ഉൾപ്പെടെ നിരവധി മെഡലുകൾ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും രാവിലെ 9 മണിയോടുകൂടി സംസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് പതാക ഉയർത്തിയത്. അതിനുശേഷം വിവിധ പ്ലറ്റൂണുകളുടെ, വിവിധ ബറ്റാലിയനുകളുടെ മാർച്ച് പാസ്റ്റ് ഉൾപ്പെടെയുള്ള പരേഡ് അരങ്ങേറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പരേഡിന് ഡോക്ടർ അപർണ OIPS ആണ് പരേഡ് കമാൻഡർ ആയിരുന്നത്. ഇവർ നിലവിൽ പുത്തൻകുരിശ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആണ്. ആ നിലയിലാണ് ജോലി ചെയ്യുന്നത്. നേരത്തെ കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഡോക്ടറായി സേവനമനുഷ്ഠിച്ച ആളാണ് ഈ അപർണ. അതിനുശേഷമാണ് ഇവർ IPS കരസ്ഥമാക്കി ആ നിലയിലേക്ക് അവരുടെ സർവീസ് മേഖല മാറുന്നത്. ഏതായാലും അതിനുശേഷം സെക്കൻഡ് ഇൻ കമാൻഡായി ശ്രീ ഷിയാസ് എന്ന അസിസ്റ്റന്റ് കമാൻഡർ ഓഫ് പോലീസ് ഈ KAP 3rd ബറ്റാലിയൻ അടൂരിൽ ആ നിലയിലാണ് ഇതിന്റെ മാർച്ച് പാസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിച്ചത്. വിവിധ 27ഓളം ബറ്റാലിയനുകൾ, പ്ലറ്റൂണുകളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. അതോടൊപ്പം അതിന് പുറമെ ആന്ധ്രാപ്രദേശ് പോലീസിന്റെ ഒരു പ്ലറ്റൂൺ കൂടി ഈ മാർച്ച് പാസ്റ്റിൽ അണിനിരന്നു. ആ നിലയിൽ ഏറ്റവും മികവാർന്ന നിലയിൽ തന്നെയാണ് ഈ മാർച്ച് പാസ്റ്റ് ഉൾപ്പെടെ നടന്നിട്ടുള്ളത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു രാഷ്ട്രീയമായ ഒരു വിവാദമായി നിലനിന്നിരുന്നത് ഈ വന്ദേ മാതരം ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട സർക്കാർ നേരത്തെ നൽകിയിട്ടുള്ള ഒരു ഉത്തരവാണ്. ആ ഉത്തരവുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പം സംസ്ഥാനത്ത് നിലനിന്നു. വലിയ പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഏറ്റവും നിർണായകമായ ഒരു കാര്യം എന്ന് പറയുന്നത് വന്ദേ മാതരം ആലപിക്കാൻ, ഈ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വന്ദേ മാതരം ആലപിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വലിയ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി ഉയർന്നതുകൊണ്ട് തന്നെയാണ് അത് ഒഴിവാക്കിക്കൊണ്ട് ചടങ്ങുകൾ നടന്നിട്ടുള്ളത്. ദേശീയഗാനം മാത്രമാണ് ആലപിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രി പതാക ഉയർത്തി. അതിന് പിന്നാലെ മറ്റ് ചടങ്ങുകളിലേക്ക് കടക്കുകയായിരുന്നു. വന്ദേമാതരം പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു നിലയാണ് ഈ തിരുവനന്തപുരത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നിട്ടുള്ളത്. ഷമി.